ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുവൈറ്റിലെ സൗത്ത് സബാഹിയ പാർക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൗത്ത് സബാഹിയ പാർക്കിലേക്ക് പോകുകയാണ്. അപ്പോൾ അവിടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 4 മണിക്കാണ് പാർക്ക് ഓപ്പൺ ചെയ്യുക കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം സാധാരണ എല്ലായിടത്തേക്ക് പോകുമ്പോഴും കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് പോവുക. ഇപ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ പോയി. നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പാർക്ക് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും സാധാരണ പാർക്കുള്ളതൊക്കെ വേഗം ഓപ്പൺ ആവുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മളൊരു 3 o'clock ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പാർക്ക് ഓപ്പൺ ചെയ്യുന്നത് 4 മണിക്കാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു സൗത്ത് സബാഹിയ പാർക്ക് എന്ന് പറയുന്നത് ഐക്യരയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. പുതിയൊരു ഐക്യ ഇവിടെ അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4 o'clock ആയപ്പോൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എൻട്രി ഫീ ഉണ്ട്. ഒരു ഗേഡിയാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ്. അല്ലാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരു ഗേഡിയാണ് എൻട്രി ഫീ വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഈ പാർക്ക് എന്ന് പറയുന്നത് എന്താ പറയുക അധികം ക്രൗഡൊന്നുമില്ല കേട്ടോ. അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീക്കെൻഡിലാണ് പോയത്. ഈ ഒരു വീക്കെൻഡിൽ ന്യൂ ഇയറിൻ്റെ ഒരു വീക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ പോയത്. അപ്പോൾ അധികം ക്രൗഡൊന്നുമില്ല. നല്ലൊരു കാമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലാണെങ്കിലും അത്യാവശ്യം കുറേ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അധികം ഇല്ലെങ്കിലും കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ കുവൈറ്റിലെ തന്നെ വിൻ്റർ വണ്ടർലാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർക്ക് തന്നെയാണ്. അതിലുള്ള അത്ര റൈഡുകളൊന്നുമില്ല. എന്നാലും ചെറിയ 2-3 അഡ്വെഞ്ചറസ് ആയിട്ടുള്ള റൈഡുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ റോളർ കോസ്റ്റർ ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ സ്കൈലിങ്ങനെ റൗണ്ട് ചെയ്യുന്നത് ഒരു റൈഡുണ്ട് കേട്ടോ. അതും നല്ല അടിപൊളിയാണ്. പിന്നെ ഈ രണ്ട് റൈഡുകളാണ് അടിപൊളിയായിട്ട് തോന്നിയത്. പിന്നെ വേറൊരു കേട്ടോ എന്താ പറയുക ഒരു ബോള് മാതി മേലെ ഇങ്ങനെ ഉരുണ്ട് പോണ ഒരു സംഭവം. അതും നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൽ പക്ഷേ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അഡ്വെഞ്ചറസ് ആയി തോന്നി. അതുകൊണ്ട് നമ്മൾ അതിൽ കയറിയില്ല. അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ അന്ന് നമ്മൾ പോയൊന്നും വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ കറക്റ്റ് ഒരു 4 o'clock അപ്പോൾ ആയപ്പോൾ തന്നെ പാർക്കിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ വലിയ ക്രൗഡൊന്നുമില്ല. പിന്നെ ഈ ഒരു പാർക്കിൻ്റെ സ്ട്രക്ചറൊക്കെ ആണെങ്കിലും കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കെട്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പാർക്കാണ് കാണാൻ വേണ്ടിയിട്ടും. പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറുന്ന റൈഡുകൾക്കൊക്കെ എക്സ്ട്രാ പൈസയാണ് കേട്ടോ. എല്ലാത്തിനും വരുന്നത് 2.5 KD 3 KD അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഓരോ റൈഡിൽ കയറാനും നമ്മൾ എക്സ്ട്രാ മണി കൊടുക്കണം കേട്ടോ. ഇത് നല്ലൊരു റൈഡായിരുന്നു കേട്ടോ. ഇതിങ്ങനെ കുറച്ച് സമയമുള്ളൂ. ഇതിന് 2.5 KD അങ്ങാണ്ടായിരുന്നു. 2-3 KD അങ്ങാണ്ടാണ് കേട്ടോ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ സ്കൈലിങ്ങനെ റൗണ്ട് ചെയ്യും, സ്പിൻ ചെയ്യും. അത് നല്ലൊരു ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെ പതുക്കെ താഴെ നിന്ന് ഇങ്ങനെ പതുക്കെ പോയി ഒന്ന് റൗണ്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മേലേക്ക് പോയിട്ട് വീണ്ടും ഒന്ന് റൈഡ് ചെയ്യും. അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് അധികം സ്പീഡൊന്നുമില്ല. എന്താ പറയുക നല്ലൊരു രസമായിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളിയായിരുന്നു. 3 KD 2.5 KD ആണ്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്നാലും ഇത് നല്ലൊരു റൈഡ് തന്നെയായിരുന്നു കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഒരു മോള് 7 years ആയിരുന്നു. അപ്പോൾ അവളും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കും ഈ റൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കാര്യമായിട്ട് അധികം വലിയ റൈഡുകളൊന്നുമില്ല. ഇതൊരെണ്ണം. പിന്നെ ഉണ്ടായിരുന്നത് റോളർ കോസ്റ്ററാണ് കേട്ടോ. അതിലും നമ്മൾ കയറി. സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറയാം. അങ്ങനെയായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ.
അപ്പോൾ ഇത് ട്രൈ ചെയ്യാനുള്ളൊരു നല്ലൊരു റൈഡ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു റൈഡ്. 2.5 കേടിയാന്ന് തോന്നുന്നു. പിന്നെ ഇതിലെ റൈഡ് എന്ന് പറയുന്നത് കുറച്ച് സമയമുണ്ട് കേട്ടോ. ഒരു 8 മിനിറ്റ് അത്രയ്ക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിലാണ് ഇങ്ങനെ ഒരു സ്പിൻ ചെയ്യുന്നത്. ആദ്യം താഴെ ഒന്ന് സ്പിൻ ചെയ്യും, പിന്നെ അതിൻ്റെ മിഡിലിൽ, പിന്നെ ഏറ്റവും ടോപ്പിൽ, അങ്ങനെയൊക്കെ ആയിട്ട് സ്പിൻ ചെയ്തിട്ട് ഒരു കുറച്ച് സമയമുണ്ട്. ഇപ്പം നമ്മൾ 2.5 കേടി കൊടുത്ത് കയറിയാലാണെങ്കിലും നമുക്കിത് ഇങ്ങനെ ഈ പാർക്ക് ഫുള്ളായിട്ട് കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇതിലൊരു റൈഡ്. പിന്നെ ഇതെല്ലാ റൈഡിലും നമ്മളവിടെ കാർഡ് റീചാർജ് ചെയ്യുക, അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ മക്കൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ എൻജോയ് ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ റൈഡിൽ നിന്ന് അവർ താഴേക്ക് ഇറങ്ങാണ്. പിന്നെ ഈ ഒരു സമയമായി കാരണം തോന്നുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കയറിയപ്പോൾ ആകെ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളും പിന്നെ വേറെ ഒരു 2 ഫാമിലി ഒക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കയറിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. സാധാരണ ഇങ്ങനത്തെ പാർക്കുകളിലൊക്കെ നല്ല ക്രൗഡ് ഉണ്ടാവലുള്ളതാണ് കേട്ടോ വീക്കെൻഡൊക്കെ ആയിരിക്കുമ്പോൾ. ഇപ്രാവശ്യം എന്താണാവുക അങ്ങനെ അധികം ക്രൗഡൊന്നുമില്ല. കുവൈറ്റിലെ തന്നെ വിൻ്റർ വണ്ടർലാൻഡ് ഓപ്പൺ ചെയ്തപ്പോൾ അന്നും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ 2 വർഷം മുമ്പ്. അപ്പോൾ നമ്മൾ അന്ന് പോയിരുന്നപ്പോൾ നമുക്ക് അന്ന് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓൺലൈനായിരുന്നു ബുക്കിങ്ങോ, ഓൺലൈനിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് പോയി അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വിൻ്റർ വണ്ടർലാൻഡിലായിട്ട് അന്ന്. അപ്പോൾ അന്ന് നമുക്കങ്ങനെ ടിക്കറ്റൊന്നും കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ കൊല്ലവും വിൻ്റർ വണ്ടർലാൻഡിൽ പോയി നോക്കിയിരുന്നു. അന്നും നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതന്നെ നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിലേക്ക് പിന്നെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള സൗത്ത് സബാഹിയ പാർക്കിൽ പോകാമെന്ന് വെച്ചത്. അപ്പോൾ അവിടെയും ഇതേമാതിരി ഭയങ്കര ക്രൗഡാവുന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ അങ്ങനെ ക്രൗഡൊന്നുമില്ല. വളരെ കുറവ് ആൾക്കാരാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സമയമായ കാരണമായിരിക്കാം ഇത്രയും കുറവ് ആൾക്കാർ. ചിലപ്പോൾ നൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വരുമെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പാർക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. വിൻ്റർ വണ്ടർലാൻഡിൻ്റെ അത്രയ്ക്കും റൈഡുകളില്ലെങ്കിലും എന്നാലും ഈ പാർക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. വാട്ടറിലുള്ള റൈഡുകളാണെങ്കിലും പിന്നെ ഇതാണ് കേട്ടോ റോളർ കോസ്റ്റർ. നമ്മൾ റോളർ കോസ്റ്ററിൽ കയറിയിട്ടോ. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഞാനും മോളും കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് 10 ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് റോളർ കോസ്റ്ററിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടനും മക്കളും കയറിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതൊരു 4 മിനിറ്റ് കണ്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ ആ റോളർ കോസ്റ്ററിലുള്ളത്. അതൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു റൈഡ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയാണ്. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ പ്ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ പാർക്കിൻ്റെ സ്ട്രക്ചറൊക്കെ ആണെങ്കിലും കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്രിസ്മസ് ആയ കാരണം തോന്നുന്നു സ്റ്റാറിൻ്റെ മോഡലിലുള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു മാതിരി ഒരു ഹട്ടിൻ്റെ മോഡൽ മാതിരിയൊക്കെ ആക്കി വെച്ച ഹട്ടല്ല കേട്ടോ, വേറെ എന്തോ ഒരു സംഭവം ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിൽ കൂടെ ഇങ്ങനെ ഓടി കളിക്കാനും എല്ലാത്തിനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അപ്പം മോള് ഇവിടെ നിന്നിട്ട് അവൾ പറഞ്ഞു അവൾക്ക് സമ്മർ സോൾ റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് കളിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീക്കെൻഡിലൊക്കെ വന്നാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് എൻജോയ് ചെയ്യാൻ നല്ലൊരു ഇതാണ് കേട്ടോ ഇത്. പിന്നെ ഈ കണ്ടത് ജംഗിൾ റിവറാണ് കേട്ടോ. അപ്പോൾ അതൊരു റിവർ മാതിരി ഒരു ചെറിയൊരു എന്താ പറയുക വാട്ടറൊക്കെ ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൽ കയറാനും 2.5 കേടിയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ബോട്ടല്ലല്ലോ എന്താ പറയുക, ചെറിയൊരു ഇത് മാതിരിയായിട്ട് വാട്ടറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അതിലേക്ക് കയറാൻ 2.5 കേടിയാണ്. അതും ഈ പറഞ്ഞ മാതിരി കുറച്ച് സമയം തന്നെയുള്ളൂ, ഒരു 5-6 മിനിറ്റ് തന്നെ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. അതൊരു വാട്ടറിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോണൊരു സംഭവമാണ് കേട്ടോ. അതും അടിപൊളിയായി. അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് 1 കേടി, ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള റൈഡുകളിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ മണി പേ ചെയ്യണം. എല്ലാത്തിനും 2.5 കേടി 3 കേടി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പാർക്ക് മാത്രം വെറുതെ ചുറ്റി നടന്ന് കാണാനാണെങ്കിൽ നമുക്ക് 1 കേടി കൊണ്ട് സംഭവം കഴിയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ റൈഡിനും നമ്മൾ 2.5 കേടി വെച്ച് റീചാർജ് ചെയ്യാണ് കേട്ടോ അവിടെ ചെയ്യുന്നത്. എല്ലാത്തിലും നമ്മൾ കൂപ്പൺ വഴി പൈസ കയറ്റിയിട്ട് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇത് നമ്മളുടെ റോളർ കോസ്റ്ററിൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അധികം ക്രൗഡൊന്നും ഇല്ലാത്ത പാർക്കിലൊക്കെ വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പാർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം റൈഡുകളുണ്ട്, അഡ്വഞ്ചറസ് ആയ 2-3 റൈഡുകളുണ്ട്. പിന്നെ സംഭവം എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു റൈഡുകളാണെങ്കിലും അതൊക്കെ ഉണ്ട് കേട്ടോ. അധികം റൈഡുകളില്ല, കുറച്ച് റൈഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അധികം ക്രൗഡൊന്നുമില്ല, നല്ലൊരു കാമായിട്ടായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ചില പാർക്കുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കേണ്ടി വരും ചില റൈഡുകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാർക്കിലാണെന്ന് വെച്ചാൽ അങ്ങനെ വെയിറ്റിംഗ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ അധികം ആൾക്കാരുമില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ജംഗിൾ റിവറിലൊന്നും കയറാൻ അധികം ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ മക്കൾ കയറിയപ്പോൾ അവർ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ജംഗിൾ റിവറിൽ കയറാൻ വേണ്ടിയിട്ട്. അതെന്ന് പറയുന്നത് ഇങ്ങനെ വാട്ടറിൽ കൂടെ ഉള്ളൊരു സംഭവമാണ്. അതൊരു ഒരൊറ്റ മിനിറ്റൊക്കെയാണ് തോന്നണ ഉള്ളത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാട്ടറിൻ്റെ ഉള്ളിൽ കൂടെ മേലേക്ക് പോവും, താഴേക്ക് വരും. മേത്തേക്കൊന്നും അങ്ങനെ വെള്ളമാവില്ല കേട്ടോ. ഇത് ചെറിയൊരു വാട്ടറിലുള്ളൊരു സംഭവമാണ്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ. അപ്പം നമ്മളിവിടെ കുറച്ച് റൈഡുകളിലൊക്കെ കയറി. അപ്പോൾ റൈഡുകളിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ടയേർഡായി, ഭയങ്കര ഹംഗ്രിയായി. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ളത് അന്വേഷിച്ച് നടക്കലായിട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അധികം ഫുഡിൻ്റെ ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു കേട്ടോ. അധികം ഫുഡ് കോർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാനുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫിഷിൻ്റെത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫിഷ് ഫില്ലറ്റിൻ്റെത്, അത് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ചിക്കൻ്റെതായിരുന്നു കേട്ടോ. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അധികം വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊന്നും നമ്മളവിടെ കണ്ടില്ല. അധികം ഫുഡ് കോർട്ടുകളും ഇല്ല. സാധാരണ പാർക്കിലൊക്കെ ആകുമ്പോൾ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ട്രൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻസൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു പാർക്കിൽ ഫുഡിൻ്റെത് വളരെ കുറവായിരുന്നു. ഈ ഒരു ഫുഡ് മാത്രമേ നമുക്ക് ഇഷ്ടമായി തോന്നിയത്. പിന്നെ ഫിഷ് ഫില്ലറ്റിൻ്റെ ഒരെണ്ണം ട്രൈ ചെയ്തു, അത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതൊരു തായ് റെസ്റ്റോറൻറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ആ ഫിഷിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിട്ട് അത് വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊരു ലേക്കിൻ്റെ മറ്റൊരു സൈഡിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് റൈഡുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ അങ്ങനെ നടന്ന് കണ്ടു നോക്കിട്ടോ. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ അധികം ഉള്ളത് ബോൾ ത്രോ ചെയ്യൽ, പിന്നെ എന്താണ് ഡക്കിനെ ക്യാച്ച് ചെയ്യൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഒന്ന് നമ്മൾ ട്രൈ ചെയ്തത് അവിടെ ഒരു സ്വീറ്റ് ഷോപ്പിൽ ദുബായ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെത് കണ്ടു. അപ്പോൾ അത് നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ലൊരു ചോക്ലേറ്റിൻ്റെ ആയിരുന്നു. പിന്നെ എന്താണ്, പിന്നെ ഈ പാർക്കിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ നടന്ന് കാണാൻ കുറേ ഉണ്ട് കേട്ടോ. ഇത് ആ പാർക്കിൻ്റെ വേറൊരു ഭാഗത്തായിട്ടാണ്. ഇത് തീരെ ചെറിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. 5 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. ഒരു ഫൺ സിറ്റി മാൻഡിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് 1 hour 2 KD അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ റൈഡുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കോയിൻ മാജിക്കിലൊക്കെ ഉണ്ടല്ലോ, അതേമാതിരത്തെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ അത് തീരെ ചെറിയ കുട്ടികൾക്കുള്ളതാണ്. പിന്നെ ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ആയിട്ട് ഒരു റൗണ്ടിലാണ് ഇങ്ങനെ സ്റ്റെപ്പുകൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനും റീൽസൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിപ്പോൾ രാത്രിയായപ്പോഴത്തുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് രാത്രി ആയപ്പോഴാണെങ്കിലും അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. വീക്കെൻഡ് ആയിട്ട് പോലും അധികം ആൾക്കാരില്ല. വിൻ്റർ വണ്ടർലാൻഡിലൊക്കെ അന്ന് നമ്മൾ പോയിരുന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ അതിനെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാർ കുറവാണ്. ഇപ്പോൾ അധികം ആൾക്കാർ പാർക്കിലേക്കൊന്നും പോകുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ വിൻ്റർ നല്ല തടവുണ്ട്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അധികം ആൾക്കാർ ഈ വീക്കെൻഡിലൊക്കെ ശാലകളിലൊക്കെയാണ് തോന്നുന്നു പോകുന്നത്. അതുകൊണ്ടായിരിക്കാം പാർക്കിലൊന്നും തിരക്കില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ക്രൗഡൊന്നും ഈ ഒരു പാർക്കിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു പാർക്ക് കുഴപ്പമില്ല, അത്യാവശ്യം റൈഡുകളുണ്ട്, ക്രൗഡും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടു. കുട്ടികൾ ആണെങ്കിലും എൻജോയ് ചെയ്തു. അപ്പോൾ വീക്കെൻഡിലൊക്കെ വന്ന കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്.
പിന്നെ ഇതൊരു ഫുട്ബോളിൻ്റെയാണ് കേട്ടോ. ഫുട്ബോളിൻ്റെ അത് കണ്ടപ്പോൾ മോന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ഒരാഗ്രഹം. അപ്പോൾ ഇതിൽ ഒരു ബോൾ തട്ടണതിന് വേണ്ടിയിട്ട് 3 കേടി കണ്ടാണ് കേട്ടോ. 3 കേടിയാണ്. അപ്പോൾ 3 ചാൻസ് കിട്ടും. പക്ഷെ അവന് ഫുട്ബോളിൻ്റെ അത് ട്രൈ ചെയ്തിട്ട് അവനത് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മൾ സമയം ഒരു 8:30 ഒക്കെ ആയി. അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് സബാഹിയ പാർക്കിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായില്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.